Hello dear JEE aspirants, welcome back to EduPod. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ JEE എക്സാം കഴിഞ്ഞു. സോ ഇനി NIT കാലിക്കറ്റിൽ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകൾ കിട്ടാൻ എത്രമാത്രം റാങ്ക് നമ്മൾക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ബ്രാഞ്ച് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം NIT കാലിക്കറ്റിലോ NITയിലെ എല്ലാ NITകളിലും IITകളിലും ഒക്കെ നമ്മുടെ ഫീമെയിൽ ഓൺലി സുപ്രീമസി റിസർവേഷൻ ഉണ്ട്. സോ അതിൽ ഞാൻ ലാസ്റ്റത്തെ ഒരു സ്ലൈഡിൽ അത് മാത്രമായിട്ട് സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഞാൻ പറയുന്നത് മുഴുവൻ ഓപ്പൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് NIT കാലിക്കറ്റുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ ഓപ്പൺ റാങ്ക് എന്ന് പറയുന്നത് 33,367 മുതൽ 41,439 വരെയാണ്. സോ ഞാൻ ഈ എടുത്തിട്ടുള്ള റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ജോസയും അതോടൊപ്പം തന്നെ CSABും ആണ് NIT കാലിക്കറ്റിലേക്കുള്ള രണ്ട് വിൻഡോ. അതായത് ജോസയുടെ 6 റൗണ്ടുകൾ കഴിഞ്ഞ് പിന്നെ CSABിൻ്റെ 3 റൗണ്ടുകൾ എന്നുള്ള രീതിക്കാണ്. സോ ജോസയിലെ 6th റൗണ്ട്, അതായത് നമ്മുടെ CSABിലേക്ക് പോകുമ്പോൾ അതിൽ റാങ്കും സാധനങ്ങളൊക്കെ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. സോ അത്യാവശ്യം നോർമലായിട്ട് പോകുന്ന സാധനങ്ങളാണ് നമ്മുടെ ജോസയുടെ 6th റൗണ്ട് വരെയുള്ള റാങ്ക് എന്ന് പറയുന്നത്. സോ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. സോ ജോസയുടെ 6th റൗണ്ടിലുള്ള റാങ്കാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ജോസയുടെ സൈറ്റിൽ നിന്ന് എടുത്ത റാങ്ക് ലിസ്റ്റാണ്. സോ OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 12,107 മുതൽ 13,267 വരെയും, SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 14,063 മുതൽ 14,241 വരെയും, ST കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 30,271 മുതൽ 30,271 വരെ. അതായത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് സെയിം ആണ്. പിന്നെ നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 19,561 മുതൽ 26,665 വരെ റാങ്ക് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 7,148 മുതൽ 8,587 വരെ. അതായത് ഇതൊക്കെ കാറ്റഗറി റാങ്ക് ആട്ടോ OBC NCLൊക്കെ വരുന്നത്. പിന്നെ SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 12,789 മുതൽ 15,820 വരെയും, ST കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 10,663 മുതൽ 22,244 വരെയാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഏതാണ്ട് 26,878 മുതൽ 41,708 വരെ റാങ്ക് വേണ്ടി വന്നിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ. പിന്നെ നമ്മുടെ OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 11,979 മുതൽ 13,847 വരെ റാങ്ക് വേണ്ടി വന്നിട്ടുണ്ട്. SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 7,320 മുതൽ 16,350 വരെ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ST കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 6,144 മുതൽ 30,066 വരെ റാങ്കുള്ള കുട്ടികൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വൺ ഓഫ് ദി ലീഡിംഗ് ബ്രാഞ്ച് ആയിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ഓപ്പണിംഗ് റാങ്ക് തന്നെ നല്ലതായിട്ട് കുറഞ്ഞിട്ടുള്ളതായിട്ട് കാണാം നമുക്ക്. ഓപ്പൺ കാറ്റഗറിയിൽ 2,998 മുതൽ 8,428 വരെ റാങ്കുള്ള കുട്ടികൾക്കാണ് NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ഓപ്പൺ കാറ്റഗറിയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 1,843 മുതൽ 2,881 വരെയും, SC കാറ്റഗറിയിൽ 490 മുതൽ 4,674 വരെയും, ST കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 296 മുതൽ 665 വരെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അഥവാ നമ്മുടെ നോർമലി EEE ബ്രാഞ്ച് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ 12,947 മുതൽ 16,349 വരെയും, OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 4,313 മുതൽ 5,091 വരെയാണ് വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 6,192 മുതൽ 9,495 വരെ റാങ്കുള്ള കുട്ടിക്കാണ് SC കാറ്റഗറിയിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ 2,646 മുതൽ 4,781 വരെ റാങ്കുള്ള കുട്ടിക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ NIT കാലിക്കറ്റുള്ള സീറ്റ് ലഭിച്ചിട്ടുണ്ട്.
പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അഥവാ ECE ബ്രാഞ്ചിൽ എത്രത്തോളം ഉണ്ട് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് 6338 മുതൽ 12693 വരെ റാങ്കുള്ള കുട്ടിക്കാണ് ഓപ്പൺ കാറ്റഗറിയിൽ ECEയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ OBC NCL കാറ്റഗറിയിലേക്ക് വരുവാണെങ്കിൽ 3107 മുതൽ 4292 വരെയും, SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 2550 മുതൽ 5430 വരെയും, ST കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 1230 മുതൽ 2272 വരെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എനർജി എഞ്ചിനീയറിംഗ് അഥവാ NIT കാലിക്കറ്റിൽ കഴിഞ്ഞ വർഷം മാത്രം വന്നിട്ടുള്ള ബ്രാഞ്ചാണ്, കഴിഞ്ഞ വർഷം പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ബ്രാഞ്ചാണ്. സോ നമുക്ക് അതിൻ്റെ 6th റൗണ്ടിൽ വന്നിട്ടുള്ള റാങ്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ 27332 മുതൽ 29616 വരെയും, OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 8711 മുതൽ 10531 വരെയാണ് OBC NCL കാറ്റഗറിയിൽ. പിന്നെ SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 9547 മുതൽ 13030 വരെയാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബ്രാഞ്ചിലേക്ക് പോകണം അഥവാ EP അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബ്രാഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഓപ്പൺ കാറ്റഗറിയിലുള്ള റാങ്ക് നോക്കുകയാണെങ്കിൽ 17872 മുതൽ 21952 വരെയും, OBC NCL കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 7751 മുതൽ 9160 വരെയും, SC കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 4468 മുതൽ 4777 വരെയും, ST കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 18652 മുതൽ 18652 വരെ. അത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് സെയിം ആണ്. പിന്നെ നമ്മുടെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് വരികയാണെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഇന്ത്യയിൽ വളരെ അപൂർവം കോളേജുകളിൽ മാത്രം, വിരലിലെണ്ണാവുന്ന കോളേജുകളിൽ NIT ആൻഡ് IITകളിൽ മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ ഓപ്പൺ കാറ്റഗറിയിൽ വരുന്നത് 30846 മുതൽ 38319 വരെയും, OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 11216 മുതൽ 11068 വരെയും, SC കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 11118 മുതൽ 15845 വരെയാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 13760 മുതൽ 21336 വരെ റാങ്കുള്ള കുട്ടികൾക്ക് NIT കാലിക്കറ്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നോർമലി റോയൽ മെക്ക് എന്നൊക്കെ പറയാറുണ്ട്. സോ പിന്നെ നമ്മുടെ OBC NCL റാങ്കിലേക്ക് വരികയാണെങ്കിൽ 5554 മുതൽ 6859 വരെയും, SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 6660 മുതൽ 12460 വരെയും, ST കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 2304 മുതൽ 17478 വരെയാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അഥവാ നമ്മുടെ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സബ് ബ്രാഞ്ച് എന്നുള്ള രീതിക്കാണ് അത് നോർമലി പറയാറുള്ളത്. ഏതാണ്ട് സെയിം ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും, കുറച്ച് കോഴ്സുകൾ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് ലാബും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഫസ്റ്റത്തെ 2 ഇയേഴ്സ് ഏതാണ്ട് കംപ്ലീറ്റ്ലി സെയിം ആണെന്ന് തന്നെ പറയാം. പിന്നെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ റാങ്കിലേക്ക് വരുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മെക്കാനിക്കലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് റാങ്ക് താഴെയാണ് വേണ്ടു. പിന്നെ നമുക്ക് ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ 28358 മുതൽ 36474 വരെ റാങ്കുള്ള കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ കാറ്റഗറിയിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ OBC NCL റാങ്കിലേക്ക് പോവുകയാണെങ്കിൽ 10400 മുതൽ 12387 വരെയാണ് പോയിട്ടുള്ളത്. SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 7065 മുതൽ 14846 വരെയും, ST കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 28907 ആണ് അതിൽ കയറിയിട്ടുള്ളത്. സോ ഇത്രയും ബ്രാഞ്ചസ് ആണ് NIT കാലിക്കറ്റിൽ നമ്മുടെ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ കാറ്റഗറി അല്ലാത്ത കുട്ടികൾക്ക്
എത്രത്തോളം റാങ്ക് വേണമെന്ന് വെച്ചാൽ ഇത്രയും ഏതാണ്ടൊരു ഈ ഒരു റേഞ്ചിൽ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NIT കാലിക്കറ്റിൽ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് സീറ്റ് അഷ്വർ ചെയ്യാൻ പറ്റും. ഇനി ഫീമെയിൽ ഓൺലി അഥവാ ഫീമെയിൽ ഓൺലി ഇൻക്ലൂഡിങ് സുപ്രീമസിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ റാങ്ക് വരുന്നത് നോക്കാം. റാങ്കിൽ അത്യാവശ്യം നല്ല വേരിയേഷൻ വരും. ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ 6th റൗണ്ടിൽ നമ്മുടെ ഓപ്പൺ കാറ്റഗറി ഗേൾസിൽ പോവുകയാണെങ്കിൽ 42,545 മുതൽ 44,519 വരെ റാങ്കിൽ പോയിട്ടുണ്ട്. പിന്നെ OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 13,133 മുതൽ 13,133 വരെ. സോ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് സെയിം ആണ്. പിന്നെ SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 7,940. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 29,939 മുതൽ 36,757 വരെ റാങ്കുള്ള കുട്ടികൾക്ക് NIT കാലിക്കറ്റിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ സീറ്റ് അഷ്വർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ OBC NCLലേക്ക് പോവുകയാണെങ്കിൽ 10,614 മുതൽ 11,325 വരെയും. SC കാറ്റഗറിയിൽ 4,587 മുതൽ 14,399 വരെയും. ST കാറ്റഗറിയിലാണെങ്കിൽ 6,925 റാങ്കുള്ള കുട്ടിക്ക് NIT കാലിക്കറ്റിൽ പെൺകുട്ടിക്ക് NIT കാലിക്കറ്റിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ 29,000 ഓപ്പൺ കാറ്റഗറിയിൽ 29,021 മുതൽ 41,612 വരെയും. OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 12,483 മുതൽ 13,708 വരെയും റാങ്കുള്ള കുട്ടിക്കാണ് പോയിട്ടുള്ളത്. SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 5,481 മുതൽ 10,955 വരെ റാങ്കുള്ള കുട്ടികൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ST കാറ്റഗറിയിൽ 5,355 റാങ്കുള്ള കുട്ടിക്കാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ചെറിയൊരു വേരിയേഷൻ കാണാൻ പറ്റും ബാക്കിയുള്ളതിൽ നിന്ന്. 7,893 മുതൽ 12,242 വരെ റാങ്കുള്ള കുട്ടിക്കാണ് NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 4,023 മുതൽ 4,572 വരെയും. SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 1,152 മുതൽ 1,544 വരെ റാങ്കുള്ള കുട്ടിക്കും. ST കാറ്റഗറിയിലേക്കാണെങ്കിൽ ST കാറ്റഗറിയിലേക്കാണെങ്കിൽ 3,457 മുതൽ 3,457 വരെ റാങ്കുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ബ്രാഞ്ചിൽ. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നേരത്തെ പറഞ്ഞ പോലെ EEE ബ്രാഞ്ചിൽ നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ 17,132 മുതൽ 19,667 വരെയും. OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 7,155 മുതൽ 7,896 വരെയും. SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 2,431 മുതൽ 8,418 വരെയും. ST കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 13,025 വരെ റാങ്കുള്ള കുട്ടിക്കാണ് ജോസയുടെ 6th റൗണ്ടിൽ NIT കാലിക്കറ്റിൽ ഫീമെയിൽ റിസർവേഷനിൽ EEE ബ്രാഞ്ചിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഫീമെയിൽ ഓൺലി റിസർവേഷനിൽ 12,112 മുതൽ 16,350 വരെ റാങ്കുള്ള കുട്ടിക്കാണ് NIT കാലിക്കറ്റിൽ ECE ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ OBC NCLലേക്ക് വരികയാണെങ്കിൽ 5,849 മുതൽ 6,356 വരെയും. SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 2,394 മുതൽ 4,845 വരെയും. ST കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 9,238 മുതൽ 10,094 വരെയും. പിന്നെ നമ്മുടെ എനർജി എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ 43,840 മുതൽ 44,450 വരെ റാങ്കുള്ള കുട്ടിക്കാണ്
നമ്മുടെ എനർജി എഞ്ചിനീയറിംഗിൽ ഓപ്പൺ കാറ്റഗറിയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ OBC NCLലേക്ക് പോവുകയാണെങ്കിൽ 14,418 മുതൽ 14,418 വരെ, അതായത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് സെയിം ആണ്. പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫിസിക്സിലേക്ക് പോവുകയാണെങ്കിൽ ഫീമെയിൽ റിസർവേഷനിൽ ഓപ്പൺ കാറ്റഗറിയിൽ 19,791 മുതൽ 24,211 വരെ റാങ്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ OBC NCLലേക്ക് പോവുകയാണെങ്കിൽ 8,599 റാങ്കുള്ള കുട്ടിക്കാണ് OBC NCL എനർജി എഞ്ചിനീയറിംഗിൽ റൗണ്ട് 6 ജോസായുടെ റൗണ്ട് 6 കിട്ടിയിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 40,222 ഓപ്പൺ കാറ്റഗറിയിൽ റാങ്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ OBC NCLലേക്ക് പോവുകയാണെങ്കിൽ 14,338 വരെയും. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വൺ ഓഫ് ദി കോർ ബ്രാഞ്ച് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 23,802 മുതൽ 36,632 വരെ റാങ്കുള്ള കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ OBC NCLലേക്ക് പോവുകയാണെങ്കിൽ 10,583 മുതൽ 11,658 വരെയും. SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 8,037 മുതൽ 11,040 വരെയും റാങ്കുള്ള കുട്ടിക്കാണ് NIT കാലിക്കറ്റിൽ 6th റൗണ്ടിൽ ജോസായുടെ 6th റൗണ്ടിൽ NIT കാലിക്കറ്റിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സീറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ 39,555 മുതൽ 41,767 വരെ റാങ്കുള്ള കുട്ടിക്ക് ഓപ്പൺ കാറ്റഗറിയിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ OBC NCL കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 12,586 SC കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ 17,787 വരെ റാങ്കുള്ള കുട്ടിക്കാണ് NIT കാലിക്കറ്റിലെ ഫീമെയിൽ റിസർവേഷനിൽ ഒരു NIT കാലിക്കറ്റിലെ സ്പെസിഫിക് ബ്രാഞ്ചുകളിൽ സീറ്റ് ലഭിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എത്ര റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് NIT കാലിക്കറ്റിലെ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളിൽ നമുക്ക് എന്തായാലും അഷ്വറായിട്ടും ഈ ഒരു റാങ്കുള്ള കുട്ടിക്ക് ഏതാണ്ട് ഈ റാങ്കുള്ള കുട്ടിക്ക് തന്നെ NIT കാലിക്കറ്റിൽ ജോസായിലോ അല്ലെങ്കിൽ CSAVിലോ എന്തായാലും ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും ഒരു സീറ്റ് NIT കാലിക്കറ്റിൽ ഷുവറാന്നുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ റാങ്കും സാധനവും വെയിറ്റ് ചെയ്യുക. റാങ്ക് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് എവിടെയാണ് കിട്ടുക എന്നുള്ള ഒരു ധാരണ വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവാം. സോ ബൈ.